സാറ് എന്നോട് ചോദിച്ച ഒരു ചോദ്യം, സാറെന്നല്ല എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ നമ്മൾ പറയും യേശുക്രിസ്തുവിൽ സമാധാനം. അപ്പം ഈ യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർ നമ്മളെ നോക്കി ചോദിക്കും, നിങ്ങൾക്ക് എന്ത് സമാധാനമാണ് കിട്ടിയിരിക്കുന്നത്? കാരണം അവരെപ്പോലെ നമുക്ക് കഷ്ടങ്ങളുണ്ട്, അതിൽ കൂടുതൽ കഷ്ടങ്ങളുണ്ട്, അതിൽ കൂടുതൽ നിന്ദകളുണ്ട്, പരിഹാസമുണ്ട്. പണ്ടൊരിക്കലും ഒരു സുവിശേഷം എന്നോട് പറഞ്ഞു, അദ്ദേഹം ഒരു ജോലി കളഞ്ഞിട്ടാണ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ജോലിക്ക് പോകുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് കൂലി ഉറപ്പാണ്. ആരുടെയും വഴക്ക് കേൾക്കേണ്ട, ചീത്ത കേൾക്കേണ്ട, തല്ല് കേൾക്കേണ്ട, പേടിക്കേണ്ട. പക്ഷേ സുവിശേഷം ഇറങ്ങുമ്പോൾ എന്താണ്, പലപ്പോഴും കൈ പൈസയില്ല. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും പുറമേ എന്താണ് ചീത്ത കേൾക്കേണ്ടി വരുന്നു, പരിഹാസം വരുന്നു. തന്നെ പല ചിലപ്പോൾ ദേഹപീഡയുടെ വക്കോളം പലവട്ടവും വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴെന്ത് സമാധാനമാണ് യേശുക്രിസ്തുവിൽ നമ്മൾ അനുഭവിക്കുന്നത്? അത് ഒരു തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ സാറിനോട് പറയുന്നത്. അതായത് സാറിൻ്റെ ചോദ്യം അത് തന്നെയാണ്, എന്തുകൊണ്ട് സമാധാനം എന്ന് പറഞ്ഞിട്ട് ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ കഷ്ടങ്ങളാണല്ലോ? അതൊരു ന്യായമായ ചോദ്യമാണ് താനും. അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൽ ഉള്ള സമാധാനം എന്താണ്? നമുക്കിനിയും വേഗത്തിൽ ചെറിയ ഷോർട്ടായിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ കാണാം, ലോകത്തുള്ള എല്ലാ ജാതി മതസ്ഥരും ഒരു സമാധാനത്തിന് വേണ്ടി അന്വേഷിക്കുന്നത്, ആ സമാധാനം ദൈവത്തോടുള്ളൊരു സമാധാനമാണ്.